എൻ്റെ ഒരു സുഹൃത്ത് നല്ലൊരു അഭിനേതാവ് ഒരേ പാർട്ടിയിൽ. വേറെന്താ ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയാം. ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയം കാഴ്ചവെച്ചിട്ടുള്ളൊരു നടൻ മലയാള സിനിമയിലില്ല. മറ്റുള്ളവരെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊരു അപാരമായ അനുഗ്രഹീത കലാകാരനായതുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടമെന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് എന്നല്ല, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക്, അദ്ദേഹത്തിന് സൗഹൃദം പങ്കുവയ്ക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്ക് അതൊരു വലിയ നഷ്ടമാണ്. നമ്മളെല്ലാം ചിരിപ്പിച്ചതാണെങ്കിലും അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു സങ്കടം ഉണ്ടായിരുന്നില്ല. അതൊന്നും കാണിക്കാതെ മറ്റുള്ളവരെ ചിരിപ്പിക്കാന്ന് പറഞ്ഞാൽ അതൊരു അപാരമായ അനുഗ്രഹീത കലാകാരനായതുകൊണ്ടാണ്. അദ്ദേഹത്തെക്കുറിച്ച് എന്ത് പറയാനാണ്, പെട്ടെന്നുള്ളൊരു വേർപാടായിപ്പോയി. ഭയങ്കരമായിട്ട് ഇപ്പോഴും വേദനയുണ്ട്. എന്നാലും അദ്ദേഹത്തിൻ്റെ സിനിമകളിൽ കൂടി അദ്ദേഹം ജീവിക്കും. അദ്ദേഹം നമുക്ക് ഒത്തിരി ചിരിക്കാനുള്ള വകകളും ഉണ്ടാക്കും. പിന്നെ നല്ലൊരു മനുഷ്യനായിരുന്നു, അങ്ങനെ കേട്ടേക്കുന്നത്. അത് തന്നെ നമുക്കൊക്കെ കൂടുതൽ അദ്ദേഹത്തെ ഇഷ്ടപ്പെടാനുള്ള കാര്യം. തനതായ ഒരു ഹാസ്യ നടനാണ്. ജനങ്ങളുടെ ഇടയിലേക്ക് ഹാസ്യം ഫലിപ്പിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു വിഷയമാണ് ഈ ഹാസ്യം എന്ന് പറയുന്നത്. അത് വളരെ തനതായി അവതരിപ്പിക്കാൻ കഴിവുള്ളൊരു നല്ലൊരു നടനാണ്. ജഗദീഷ് സാർ കഴിഞ്ഞിട്ട് അടുത്ത് ഞാൻ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ട്. മലയാള സിനിമ കാണാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. എനിക്ക് 65 വയസ്സായി. അടൂർ ഭാസി, ബഹദൂർ തൊട്ട് ഇത്രയും കാലമുള്ള ഹാസ്യതാരങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ആദാമിൻ്റെ മകൻ അബു എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷം, അല്ല അതിനു മുമ്പ് അദ്ദേഹത്തിൻ്റെ ഈ ഹാസ്യ കഥാപാത്രങ്ങളും അല്ലാതെയുള്ള എല്ലാ സിനിമകളും കണ്ടിട്ടുണ്ട്. ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിനയം കാഴ്ചവെച്ചിട്ടുള്ളൊരു നടൻ മലയാള സിനിമയിലില്ല. ഒരുപക്ഷെ നമുക്ക് താതാത്മ്യം പ്രാപിക്കാനോ സാമ്യപ്പെടുത്താനോ പറ്റുന്ന മറ്റൊരു നടനും മലയാളത്തിലില്ല. അദ്ദേഹത്തിൻ്റെ ഐഡൻറ്റിറ്റി, വ്യക്തിത്വം നിലനിർത്തി കൊണ്ടുപോയിട്ടുള്ള ഒരാൾ തന്നെയാണ്. അപ്പോൾ ഇപ്പം നമ്മളിപ്പോൾ ഈ ട്രോളുകളിലൊക്കെ കാണാറുള്ള പല സംഭവങ്ങളും അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വന്നിട്ടുള്ള സംഭവങ്ങളുണ്ട്. ഒരുപക്ഷെ ജഗദീഷ് കുമാർ, മറ്റു നടന്മാരൊക്കെ വേറെ ഉണ്ടാവാം, ഇന്ദ്രൻസ്, അവരുടെ എല്ലാം കഥാപാത്രം ഈ കാലഘട്ടത്തിൽ ഇന്ദ്രൻസ്, സലീം കുമാർ, ഇത്തരത്തിൽ മുൻകാലത്ത് അപ്രസക്തനായിരുന്നവരെല്ലാം മുൻനിരയിൽ ദേശീയ തലത്തിലൊക്കെ അറിയപ്പെടണമെങ്കിൽ അവരുടെ കഴിവ് നമ്മൾ അംഗീകരിച്ചു കൊടുത്തേ പറ്റുള്ളൂ. സലീം കുമാർ മലയാള സിനിമയ്ക്ക് തന്നെ വലിയൊരു നഷ്ടമാണ് നമുക്ക് പറ്റിയിരിക്കുന്നത്. കാരണം മലയാള സിനിമയിൽ നമ്മളെ എപ്പോഴും ചിരിപ്പിച്ച് വളരെ സന്തോഷമായിട്ട് നടക്കുന്നൊരു വ്യക്തിയായിരുന്നു. ആ വ്യക്തി നമ്മളെ വിട്ടുപിരിഞ്ഞതിൽ വളരെയധികം വേദനാജനകമായ ഒരു ഘടകമാണ്. ഞാനും സീരിയലൊക്കെ അഭിനയിക്കുന്ന ഒരു നടനാണ്. പക്ഷേ അദ്ദേഹം എന്നെക്കാളൊക്കെ എത്രയോ വലിയ നിലയിൽ ഒരു അഭിനേതാവാണ്. പക്ഷേ ചെറിയ ഫംഗ്ഷനിൽ വെച്ച് കാണുമ്പോൾ പോലും നമ്മളുടെ കഥാപാത്രങ്ങളെക്കുറിച്ച് പറയുകയും നമ്മളോട് നിങ്ങൾ സീരിയൽസ് കാണാറുണ്ടെന്ന് പറയുകയും ചെയ്യാൻ പറ്റുന്ന ഒരു വലിയൊരു മനസ്സ് നമ്മളിപ്പോഴുള്ള കൊച്ചു കലാകാരന്മാർക്ക് അതൊരു വലിയ പ്രചോദനമാണ്. അദ്ദേഹത്തിൻ്റെ നഷ്ടമെന്ന് പറയുന്നത് മലയാള സിനിമയ്ക്ക് എന്നല്ല, അദ്ദേഹത്തിൻ്റെ ഒരുപാട് സുഹൃത്തുക്കൾക്ക്, അദ്ദേഹത്തിന് സൗഹൃദം പങ്കുവയ്ക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾക്ക് അതൊരു വലിയ നഷ്ടമാണ്. എന്ന് മാത്രമല്ല, അദ്ദേഹം ഒരു കറയറ്റ കോൺഗ്രസ്സുകാരനായിരുന്നു. ഈ ഭരണം മാറുന്ന കൂട്ടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കാലുവെച്ച് മാറുന്ന, അല്ലെങ്കിൽ പല വള്ളത്തിൽ കാലുവയ്ക്കുന്ന ആളായിരുന്നില്ല അദ്ദേഹം. അദ്ദേഹം കോൺഗ്രസ്സിന് വേണ്ടി ഉറച്ചു നിന്ന ഒരാളാണ്. എന്ന് മാത്രമല്ല, കലാകാരന്മാർക്ക് ഒരു പ്രത്യേക പാർട്ടിയിൽ ഞാൻ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയാൻ പേടിയുണ്ട്. കാരണം മറ്റേ പാർട്ടിക്കാർ സിനിമ കണ്ടില്ലെങ്കിലോ എന്നുള്ള ഒരു ഭയം, ആ ഭയം അദ്ദേഹത്തിനില്ലായിരുന്നു. അദ്ദേഹം KSUവിൽ നിന്ന് വന്നു, കോൺഗ്രസ്സുകാരനായി, കോൺഗ്രസിൻ്റെ നിലപാടുകൾ പൊതുവേദിയിൽ പറയാൻ വളരെ ശക്തനായിട്ടുള്ള ഒരു ആളായിരുന്നു. ഏതൊരു കലാകാരനായാലും അവർ ചെറിയ പ്രായത്തിൽ, മീൻസ് അവരുടെ പ്രായം അനുസരിച്ചായിരിക്കും എല്ലാവരും ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. പക്ഷേ സലീം കുമാർ എന്നുള്ള വ്യക്തി ചെറുപ്പക്കാർക്കും മുതിർന്നവർക്കും ഒരുപോലെ മനസ്സിൽ തങ്ങിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. അത് വേറൊന്നും കൊണ്ടല്ല, പുള്ളിയുടെ അഭിനയത്തിലൂടെ ഉണ്ടാകുന്ന ഓരോ ഡയലോഗും പുള്ളിയുടെ ഓരോരോ എക്സ്പ്രഷനും എല്ലാവരുടെ മനസ്സിൽ, ഇപ്പോൾ അറിയാമല്ലോ, നമ്മൾ ന്യൂജൻ ആൾക്കാരെല്ലാവരും ട്രോളിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ എല്ലാവർക്കും അവരുടെ ഒരു ഭാഷ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എല്ലാവരും സ്വാധീനിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ പുള്ളിയോട് അത്രയും സ്നേഹമുണ്ട്. ഞാൻ സംവിധാനം ചെയ്ത കിച്ചാമണി MBA എന്നുള്ള സിനിമയിലും ഞാൻ നിർമ്മിച്ച ആനച്ചന്തം എന്നുള്ള സിനിമയിലും അഭിനയിച്ചിട്ടുണ്ട്. അദ്ദേഹം ഭാഷ കൊണ്ടും വേഷം കൊണ്ടും മലയാളികളെ ചിന്തിപ്പിച്ച് ചിരിപ്പിച്ച ഒരു അതുല്യ കലാകാരനായിരുന്നു സലീം കുമാർ. അദ്ദേഹം നമ്മളൊരു വേഷം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ആ കഥാപാത്രത്തെ അങ്ങനെ അങ്ങ് ഉൾക്കൊള്ളും. എന്നിട്ട് എന്താണോ തനിക്ക് പ്രത്യേകമായി ആ കഥാപാത്രത്തിന് സംഭാവന ചെയ്യാൻ കഴിയുക, ആ രീതിയിൽ അദ്ദേഹം ആ കഥാപാത്രം സ്വയം ഉൾക്കൊണ്ടുകൊണ്ട് തൻ്റേതായ കുറേ സംഭാവനകൾ സ്ക്രിപ്റ്റ് റൈറ്ററോ അല്ലെങ്കിൽ രചയിതാവും സംവിധായകനും കാണാത്തതിൻ്റെ അപ്പുറത്ത്
അദ്ദേഹത്തിന് ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അത് പ്രതിഫലിപ്പിക്കാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് സലീം കുമാറിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് അങ്ങനെയുള്ള നടന്മാരെ, ആ പഴയ തലമുറയിൽപ്പെട്ട ആളുകളെ നഷ്ടപ്പെട്ടതിൽ വലിയ സങ്കടമുണ്ട്. അദ്ദേഹം എന്നും മലയാള സിനിമ ഉള്ളിടത്തോളം കാലം, മലയാളികളുള്ളിടത്തോളം കാലം സലീം കുമാറും അദ്ദേഹത്തിൻ്റെ ഓർമ്മകളും ഇവിടെ നിലനിൽക്കും. സ്വന്തം അനുഭവം അതുപോലെ തന്നെ കോൺഗ്രസിൻ്റേതായ നിലപാടുകൾ ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി എല്ലാ മേഖലകളിലും ഒരു മേഖല പോലും ആ രീതിയിൽ മാറി നിൽക്കാതെ തൻ്റെ അടുത്തുകൂടി പറയാൻ ധൈര്യമുള്ള ഒരു കോൺഗ്രസ്സുകാരായിരുന്നു. അത് എല്ലായ്പ്പോഴും കോൺഗ്രസ്സുകാരുടെ ഇടയിൽ അഭിമാനപൂർവ്വമായ ഒരു സംഭവമാണെന്നുള്ളതിൽ ഒരിക്കലും വിസ്മരിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. പിന്നെ അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ കോളേജ് പഠനകാലത്ത് വളരെ കഷ്ടതകളിൽ നിന്ന് അദ്ദേഹം ഒത്തിരി ഉയരങ്ങളിലേക്ക് എത്തിയൊരു മനുഷ്യനാണ്. അദ്ദേഹത്തിൻ്റെ പലമായ അനുഭവങ്ങളിൽ അയാൾ പറയുമ്പോൾ എൻ്റെ കഷ്ടപ്പാടുകളിൽ നിന്നാണ് ഞാൻ ഈ അഭിനയത്തിൻ്റെ ഫീൽഡുകളിൽ എത്തിയത്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അധ്യാപകൻ പറഞ്ഞ പകുതി ദിവസം പോലും ക്ലാസ്സിലെത്താൻ പോലും അദ്ദേഹത്തിന് സാധിക്കില്ലായിരുന്നു. കാരണം മറ്റൊന്നുകൊണ്ടല്ല, വീട്ടിലെ കഷ്ടപ്പാടുകൾ, ഇടയ്ക്ക് അദ്ദേഹം മറ്റുള്ള ജോലികൾക്ക് പോകുമായിരുന്നു. അപ്പോൾ സാറ് പറയുന്നത് പുള്ളിനെ കാണുക എന്ന് പറയുന്നതിന് ഒരു അത്ഭുതമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ അഭിനയവും ഒപ്പം അതുപോലെ കലാരംഗത്തുള്ളൊരു മികവിന് വേണ്ടിയാണ് അയാൾ കോളേജിൽ പോയി പഠിച്ചത്. അത് ഈവനിങ് ബാച്ചിലായിരുന്നു ആദ്യം പഠിച്ചത്. പിന്നീട് അതിനുശേഷം ഈവനിങ് ബാച്ച് നിർത്തിയപ്പോൾ റെഗുലർ ബാച്ചിലേക്ക് സലീം കുമാറിന് അഡ്മിഷൻ കൊടുക്കുകയും ചെയ്തു. കാരണം കോളേജിൻ്റെ മഹാരാജാസ് കോളേജിലാണ് പഠിച്ചത്. മഹാരാജാസ് കോളേജിൻ്റെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കുവാൻ വേണ്ടി ഒരു മിമിക്രിക്കാരനായി യൂണിവേഴ്സിറ്റി തലത്തിൽ ഫസ്റ്റും അതുപോലെ മറ്റ് പ്രൈസുകളൊക്കെ നേടാൻ പറ്റി. അപ്പോൾ അങ്ങനെ തികഞ്ഞൊരു കലാകാരനും ഒപ്പം ഒരു അടിയുറച്ചൊരു കോൺഗ്രസ്സുകാരനുമാണെന്നുള്ളതിൽ ആത്മാഭിമാനത്തോടു കൂടി ഞാൻ പറയുകയാണ്. മലയാള സിനിമ ഉള്ളിടത്തോളം കാലം അദ്ദേഹത്തെ മലയാളികൾ ഓർക്കും. അതുപോലെ അദ്ദേഹം ചെയ്യുന്ന കഥാപാത്രങ്ങളെല്ലാം വ്യത്യസ്ത കഥാപാത്രങ്ങളാണ്. അത് മനോഹരമാക്കാനും ഇന്നും അദ്ദേഹം പറഞ്ഞിട്ടുള്ള പല ഡയലോഗുകളും ആളുകളുടെ ഓർത്തിരിക്കുന്ന സമയമാണ്. ഒപ്പം തന്നെ ഒരു കോൺഗ്രസ്സുകാരൻ എന്ന നിലയിൽ അദ്ദേഹം ഈ പാർട്ടിക്ക് വേണ്ടിയിട്ട് ചെയ്ത ഒത്തിരി സേവനങ്ങൾ ചെയ്തിട്ടുണ്ട്. ഞാൻ സംസ്ഥാന സംസ്കാര സമിതിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. നമ്മുടെ പ്രവർത്തനത്തിനെല്ലാം നല്ല രീതിയിലുള്ള പിന്തുണ നൽകിയ ഒരു അതുല്യ കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ നിര്യാണത്തിൽ അനുശോചനം രേഖപ്പെടുത്തുന്നു. മലയാളികൾക്ക് എന്നൊരു നഷ്ടമാണ്. ദേശീയ അവാർഡ് വരെ നമുക്ക് നേടിത്തന്ന ഒരു വലിയ നേതാവാണ് നമ്മെ വിട്ടുപിരിഞ്ഞതിനകത്ത്. മലയാളക്കരയ്ക്ക് മുഴുവൻ അദ്ദേഹം ഒരു തീരാനഷ്ടമാണ്. സലീം കുമാർ എന്ന് പറഞ്ഞാൽ അദ്ദേഹം എന്നെ സംബന്ധിച്ചോളം അദ്ദേഹം എൻ്റെ ഒരു സഹപ്രവർത്തകൻ, എൻ്റെ ഒരു സുഹൃത്ത്, നല്ലൊരു അഭിനേതാവ്, ഒരേ പാർട്ടിയിൽ. വേറെന്താ ഞാൻ അതിനെക്കുറിച്ചിട്ട് പറയുക. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു വിടവാങ്ങൽ നമുക്ക് എല്ലാവർക്കും ഭയങ്കര ദുഃഖം ഉണ്ടാക്കിയിട്ടുണ്ട്. വളരെയധികം വിഷമവും നമുക്ക് വന്നിട്ട് സങ്കടവും ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹം നാളെ മുതലില്ല എന്ന് നമ്മൾ ഓർക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിലൊരു വിങ്ങലുണ്ടാവും. അത് എൻ്റെ മാത്രമല്ല, അദ്ദേഹത്തിന് അറിയാവുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ എല്ലാവർക്കും ആ ഒരു വിങ്ങലുണ്ടാവും. ഒരു തീരാ നഷ്ടമാണ് സലീം കുമാറിൻ്റെ വീട്ടുമുന്നിൽ. അദ്ദേഹം ജീവിച്ചിരിക്കുമ്പോഴും മരിക്കുമ്പോഴും കോൺഗ്രസ്സുകാരനായ തന്നെയായ ഒരു കലാകാരനായിരുന്നു. ചലച്ചിത്ര രംഗത്ത് കോൺഗ്രസ് എന്ന് പേര് എടുത്തു പറയുന്ന, തികച്ചും വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കലാകാരനാണ് സലീം കുമാർ. അദ്ദേഹത്തിൻ്റെ മരണം കോൺഗ്രസ് പാർട്ടിക്കും അതോടൊപ്പം തന്നെ പൊതുവെ സിനിമാ രംഗത്തും വലിയ തീരാ നഷ്ടം തന്നെയാണ്. സലീം കുമാർ എന്ന് പറയുമ്പോൾ മണ്ണിൻ്റെ മണമുള്ള മനുഷ്യത്വമുള്ള ഒരു സിനിമാ നടൻ. അതിലേറെ എനിക്ക് ഏറ്റവും കൂടുതൽ അദ്ദേഹത്തെ ഒരു കോൺഗ്രസ്സുകാരനെന്ന് എനിക്ക് ഇഷ്ടപ്പെട്ടത് മനോരമയുടെ ജോണി ലൂക്കോസും അദ്ദേഹവും തമ്മിലുള്ള ഇൻ്റർവ്യൂവിൽ ജോണി ലൂക്കോസ് അദ്ദേഹത്തോട് ചോദിക്കും, ഒരു തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ തൻ്റെ സുഹൃത്ത് തെരഞ്ഞെടുപ്പിൽ മറുപക്ഷത്ത് മത്സരിക്കുകയാണെങ്കിൽ സലീം കുമാർ ആർക്ക് വോട്ട് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ സലീം കുമാർ പറഞ്ഞത്, എത്ര നല്ല ആത്മാർത്ഥമായ സുഹൃത്താണെങ്കിൽ മറുപക്ഷത്താണെങ്കിലും ഞാൻ കോൺഗ്രസിനെ വോട്ട് ചെയ്യൂ എന്ന് പറഞ്ഞ നിശ്ചയദാർഢ്യത്തോടെ പറഞ്ഞ ഒരു കോൺഗ്രസ്സുകാരനായ സലീം കുമാറിനെ മനുഷ്യത്വമുള്ളൊരു മനുഷ്യനായി സിനിമാ നടന്മാരിൽ നമുക്ക് വേറിട്ട് കാണാൻ പറ്റുന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ് സലീം കുമാർ.